അമ്മേ, ഹരിയേട്ടനെ ഒന്ന് നോക്കിക്കേ. കുറച്ചു ദിവസമായി ഒരു സന്തോഷമില്ല, മിണ്ടാട്ടമില്ല. മകളുടെ ശബ്ദം കേട്ടപ്പോൾ ശ്രീദേവി ചിരിച്ചു. എന്തു പറ്റി മോനെ? മകൾ ആരതി പെട്ടെന്ന് പറഞ്ഞു. ജോലിയെക്കുറിച്ചുള്ള ടെൻഷനാവും, അല്ലെങ്കിൽ എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഹരിയേട്ടന് ഉണ്ടാകും. ശ്രീദേവി മനസ്സിൽ ചിന്തിച്ചു. അവർക്കിടയിൽ എന്തോ ഒരു അകലമുണ്ട്. അതാണ് ഹരിയുടെ മാറ്റത്തിന് കാരണം. ഹരിയുടെയും ആരതിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. തുടക്കത്തിൽ വലിയ സന്തോഷമായിരുന്നു രണ്ടുപേരും. ജോലിയുടെ ഭാഗമായി രണ്ടുപേരും ശ്രീദേവിക്ക് ഒപ്പം താമസമാക്കിയതിനു ശേഷമാണ് ഹരിയിൽ ഈ മാറ്റം വന്നു തുടങ്ങിയത്. ഒരിക്കൽ ശ്രീദേവി അടുക്കളയിൽ നിന്ന് നോക്കിയപ്പോൾ ഹരിയുടെ നോട്ടം അവളിലായിരുന്നു. അത് സാധാരണമായൊരു നോക്കല്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൾ അതിനെ വെറും തോന്നലായി മാറ്റിവെച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആരതി ജോലിക്കായി പലപ്പോഴും വീട്ടിൽ നിന്നു മാറി നിൽക്കാറുണ്ട്. അപ്പോഴൊക്കെ ഹരി അമ്മായിയമ്മയോടൊപ്പം ഒറ്റയ്ക്ക്. ചിലപ്പോൾ ശ്രീദേവിക്ക് തോന്നും അവൻ വളരെ സ്നേഹമുള്ളൊരു കുട്ടിയാണ്. പക്ഷേ അവൻ്റെ ഓരോ സംഭാഷണത്തിലും ഒരു അർത്ഥമുണ്ടായിരുന്നു. ഒരു ദിവസം ശ്രീദേവി ഹരിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഹരി പെട്ടെന്ന് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. പെട്ടെന്ന് ശ്രീദേവി ഒന്നു ഞെട്ടി, പിന്നെ ശാന്തമായി. എന്താ മോനെ? അമ്മേ, എനിക്ക് അമ്മയോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടില്ല. പെട്ടെന്ന് അവളുടെ മനസ്സിൽ ചൂടും തണുപ്പും കൂടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലേക്കാണ് അവളുടെ ജീവിതം നീങ്ങുന്നത്. ആ രാത്രി ശ്രീദേവിക്ക് ഉറങ്ങാനായില്ല. ഹരിയുടെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. നീയാണ് എനിക്കെല്ലാം. നിന്നെ അമ്മയുടെ സ്ഥാനത്ത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. അവൾ കണ്ണുകൾ അടച്ചു കരഞ്ഞു. ഇത് പാപമാണ്. ഞാൻ ഒരു അമ്മായിയമ്മയാണ്. പക്ഷേ ഹൃദയം മറ്റെന്തോ പറയുന്നു. ഇവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ആദരിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നു. വർഷങ്ങളായി ആരും അവളോടിങ്ങനെ പെരുമാറിയിട്ടില്ല. ചിലപ്പോൾ അവൾക്കും മനസ്സിലൊരു ചാഞ്ചാട്ടം വന്നു പോകുന്നു. പക്ഷേ തൻ്റെ മകളുടെ ജീവിതം. ഒരു ദിവസം മകൾ വീട്ടിലില്ല. ഹരി വായനാമുറിയിൽ ഒറ്റയ്ക്ക്. ശ്രീദേവി വെള്ളം കൊണ്ടുവന്നു. അവൻ അവളെ നോക്കി. അമ്മേ, ഇനി എത്ര കാലം ഞാൻ മറച്ചു വയ്ക്കും? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ശ്രീദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹരി, നീ എൻ്റെ മകളുടെ ഭർത്താവാണ്, എൻ്റെ മകനാണ്. എനിക്കറിയാം, അവൻ പറഞ്ഞു. പക്ഷേ ഞാൻ ആരതിയുടെ കൂടെ ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഹൃദയം നിന്നെയാണ് സ്വീകരിക്കുന്നത്. മരവിച്ച മനസ്സുമായി ശ്രീദേവി പുറത്തേക്ക് നടന്നു. അവൾ മനസ്സിലാക്കി, ഒരാൾ അവളെ സ്നേഹിക്കുന്നു. പക്ഷേ അതിനെ സ്വീകരിച്ചാൽ 3 ജീവിതങ്ങൾ തകർന്നു പോകും. അടുത്ത ദിവസം ശ്രീദേവി മകളെ വിളിച്ചു. ആരതി, ഹരിയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയണം. അവനെക്കുറിച്ച് തെറ്റായി ധരിക്കരുത്. അവൻ നല്ല മനുഷ്യനാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മനസ്സ് തുറന്ന് സത്യസന്ധമായി ഒന്ന് സംസാരിക്കണം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മാസങ്ങൾ കഴിഞ്ഞു. ആരതിയും ഹരിയും വിദൂര നഗരത്തിലേക്ക് പോയി, ഒരു പുതിയ ജീവിതവുമായി.